ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എവിടെ മക്കളെല്ലാവർക്കും സുഖമായിരിക്കൂലേ? അപ്പൊ ഞാനിന്നൊരു എളുപ്പത്തിൽ രാവിലെ ആൾക്കാരെ കുട്ടികൾക്ക് കൊണ്ടുപോകാനായാലും പണിക്കാർക്ക് കുക്കറിലല്ല പണിക്ക് പോകേണ്ടവർക്കായാലും ഒരു മണ്ണും ചിക്കൻ കറി വെക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ കറി ഞാൻ രാവിലെ ഇങ്ങനെ ഇട്ട് വെക്കുക. കുക്കറിലേക്ക് ഉണ്ടാക്കാറുണ്ട് നമുക്ക് വേണ്ട കണക്കിന് ആകെ അത്രേ ചിക്കൻ ഉണ്ടായിട്ടുള്ളൂ. കുറച്ചൊരു 100 റുപ്യേൻ്റെ ചിക്കൻ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ആ ചിക്കനിലേക്ക് എന്താക്കിയാൽ 3-4 ഉള്ളി മുറിച്ചിട്ട് ആ ചിക്കനിൽ ഇടുക. എന്നിട്ട് എന്താക്കുക, അതിക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലോണം എന്താക്കുക കൊത്തിച്ചതക്കിയിട്ട് അതിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കഴുകിയിട്ട് കൊടുന്ന് വെച്ചാണ് അവിടെ. എന്താക്കി അത് നല്ലോണം കുത്തിയിട്ട് ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിക്ക് 2-3 തക്കാളിയും 2-3 പച്ചമുളകും ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കുക. തക്കാളി ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടിട്ട് എന്നിട്ട് എല്ലാ സാധനങ്ങളും അതിലിട്ടിട്ടൊന്ന് നല്ലോണം കുഴക്കുക. ചിക്കൻ ഇടുക, കുറച്ചേക്ക് ഇതെല്ലാം ഇട്ടിട്ടാണ് ഇതാക്കുക കേട്ടോ. അടുപ്പത്ത് വെച്ച് 2 വിസിലടിച്ചിട്ട് ഉള്ളി തോന്നിച്ച് ചിക്കൻ റെഡി. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെല്ലാവർക്കും റാഹത്ത് തന്നെ ആയിരിക്കും അല്ലേ? എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കേട്ടോ. ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെയാണ്. ഞാൻ 2 ദിവസമായില്ലല്ലേ അത് ഇതൊക്കെ ആയിട്ട് അങ്ങനെ വീഡിയോ കൊണ്ട് വരുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തോളി. അങ്ങനെ എന്താക്കി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല അതിൻ്റെ കൂടെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടേസ്റ്റ് കൂട്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താ പറയുക, അത് വെളിച്ചെണ്ണ ഇതിൻ്റെ അപ്പം തന്നെ ഒഴിച്ച് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ 1 സ്പൂണ് വെളിച്ചെണ്ണ. പിന്നെ നിങ്ങൾക്ക് തോമിക്കണമെങ്കിൽ തോമിക്കുക. ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ഉള്ളി വെച്ച് തോമിക്കുക. ഇല്ലേ നിങ്ങൾ തോമിക്കേണ്ട ആവശ്യമില്ല. എന്താ പറയുക, വെളിച്ചെണ്ണ ഓൾറെഡി ഇട്ടല്ലോ, ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി. അങ്ങനെ എന്നിട്ട് ഫസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് ഉണ്ടാക്കുക. നല്ലൊന്ന് അത് നമ്മൾ എണ്ണയിൽ വാട്ടിയെടുക്കൂലേ, അപ്പോൾ നല്ലൊന്ന് കുഴഞ്ഞ് വരൂലേ, അതുപോലെ തന്നെ നല്ല കൈ വെച്ചിട്ട് തന്നെ കുഴക്കട്ടെ. അപ്പോൾ ചോദിക്കാറ് എന്താ കൈ വെച്ചിട്ടാണോ കിളുമ്പോൾ, നമ്മളെ കൈ കൂടാതെ ഒന്നും നടക്കൂലല്ലോ. എന്നിട്ട് ആ ചിക്കനും അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിങ്ങനെയാണ് രാവിലെയൊക്കെ പെട്ടെന്ന് ചിക്കൻ കറി വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എണ്ണയിലിട്ട് കുറേ നേരം ഇളക്കി വാട്ടാനും കൊണ്ട് സമയം കൊണ്ട് ഇതൊക്കെ മുറിച്ച് അടുപ്പത്ത് വെച്ച് വിസിലങ്ങോട്ടാക്കാം. ഇതൊക്കെ തന്നെ എല്ലാം മുറിച്ച് എന്നിട്ട് നല്ലോണം അങ്ങ് കിളിമ്പി കുഴച്ച് കൊടുക്കണം. പവറും പത്രാസൊന്നും അതിൽ നോക്കാൻ നിൽക്കണ്ട, നല്ല കൈയിട്ട് എന്നിട്ട് അതിന് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കുക. വല്ലാതെ വെള്ളം ഒഴിച്ച് കൊടുക്കും വേണ്ട. എന്താ പറയുക, ചിക്കൻ വേകുമ്പോൾ തന്നെ വെള്ളം അതിൽ ഉണ്ടാവുമല്ലോ, അങ്ങനെ നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അതിലടക്കുക, അല്ലെങ്കിൽ അരി വന്ന് വിളിക്കും. എന്നിട്ട് 2-3 വിസിലിട്ട് നമ്മൾ ഫസ്റ്റൊക്കെ വിചാരിക്കണ്ടായി ചിക്കൻ കറി കുക്കറിൽ വെച്ചാൽ വെന്തളിഞ്ഞ് പോകുന്നു. അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഒരു 3 വിസിലടിച്ചാലും നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും, നല്ല രസം അടിപൊളി ഉണ്ടാവും. അങ്ങനെ തന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചിക്കൻ എന്താക്കുന്നുണ്ട്, ഉള്ളി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും പെരിഞ്ചീരകവും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ചില ദിവസങ്ങളിലൊന്നും ചെയ്യൂല, ചില ദിവസങ്ങളിൽ ഇപ്പോൾ ഇത് വീഡിയോയും കൂടി എടുക്കല്ലേ നിങ്ങൾക്ക് കാണിച്ചു തരും കൂടി ചെയ്യാലോ പറഞ്ഞിട്ട് എടുക്കുക കേട്ടതാ. എന്താ നല്ല അടിപൊളി പറഞ്ഞാൽ എന്തിനായാലും, നെയ്ച്ചോറുക്കായാലും ചോറിനായാലും പത്തിരിക്കും ചപ്പാത്തിക്കും എന്തിനും അടിപൊളി കോമ്പിനേഷനാണ്. സൂപ്പറാണ് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.